ഹായ്, ഇന്ന് നമ്മളൊരു റീഡിംഗ് പ്ലാറ്റ്ഫോമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ റീഡിംഗ് പ്ലാറ്റ്ഫോം വായിക്കാൻ വേണ്ടി മാത്രമല്ല, മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചോ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്ലാറ്റ്ഫോമിലേക്ക് ട്രാഫിക് കൊണ്ടുവരണം ഫ്രം വെറൈറ്റി ഓഫ് സോഴ്സസ് എന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പേര് ഡീപ് സ്റ്റാഷ് എന്നാണ്. ഓക്കെ, ഡീപ് സ്റ്റാഷ് ഇവിടെ നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. നമുക്ക് മൊബൈലിലേക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ ഹോം പേജ് ആണ് കേട്ടോ ഇത്. നമുക്ക് ലോഗിൻ ഓപ്ഷൻ ഒന്നും ഞാൻ കാണിക്കുന്നില്ല, ലോഗിൻ ചെയ്യുന്ന രീതി ഒന്നും കാണിക്കുന്നില്ല. അത് ഭയങ്കര സിമ്പിളാണ്. ആസ് യൂഷ്വൽ നമ്മൾ ഡീപ് സ്റ്റാഷിൻ്റെ ഹോം പേജിലേക്ക് എത്തുമ്പോഴേക്കും ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും. നമ്മൾ നമ്മുടെ മെയിൽ ഐ ഡി വെച്ചിട്ടോ അതല്ലെങ്കിൽ സെപ്പറേറ്റ് നമ്മൾ പാസ്വേഡ് ഒക്കെ ക്രിയേറ്റ് ചെയ്യോ, അങ്ങനെ എങ്ങനെ വേണേലും ചെയ്തിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാനായിട്ട് പറ്റും. ഞാൻ അതിപ്പോൾ തൽക്കാലം കാണിക്കുന്നില്ല. ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ പ്രത്യേകതകളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ, ഇത് റീഡിംഗ് കമ്മ്യൂണിറ്റിയാണ്. വെറൈറ്റി ഓഫ് പീപ്പിൾ, പല നാട്ടിൽ നിന്നുള്ള ആളുകൾ, ഇന്ത്യൻസും വെസ്റ്റേണേഴ്സും ഒക്കെ വരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. പലവിധ ടോപ്പിക്കുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ മാർക്കറ്റിങ്ങിനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയ വേണം അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് നോളജ് വേണമെന്ന് വെച്ചോളൂ. നമുക്ക് ആ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ജാനർ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റാഷുകൾ കാണാൻ പറ്റും. ഇതൊക്കെ കണ്ടു, ചെറിയ സ്റ്റാഷുകളായിട്ടാണ് ഇതൊക്കെ വരുന്നത്. അതായത് ഇപ്പോൾ വായന എളുപ്പമാക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ വലിയൊരു റെസ്പോൺസിബിലിറ്റി എന്ന് തന്നെ പറയുന്നത്. കാരണം ഒരു 2000 വേർഡോ 1000 വേർഡുള്ള ബ്ലോഗൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ചിലപ്പോൾ ബോറടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നമ്മൾ ബിറ്റ് സൈസ്ഡ് ആയിട്ട് നമ്മൾ ഒരു വലിയ ബ്ലോഗിനെ നമ്മൾ ബിറ്റ് സൈസ് ആക്കുകയാണ്. അതിലെ മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കുകളോ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് നമ്മളതിനെ ബിറ്റ് സൈസ്ഡ് ആക്കുന്നു. വായിക്കാൻ താല്പര്യമുള്ളവർക്ക് ആ ടോപ്പിക്കിൽ വായിക്കാം. ഓക്കെ, അതാണ് ഇവിടുത്തെ പ്രത്യേകത. പല ടോപ്പിക്കുകളുണ്ട്, ഏതൊക്കെ ടോപ്പിക്ക് വേണോ അതൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് തൊട്ട് മാർക്കറ്റിംഗ്, പിന്നെ ലാംഗ്വേജ് ലേണിംഗ്, ഇങ്ങനെ തുടങ്ങി പല ടൈപ്പ് ഓഫ് ടോപ്പിക്കുകൾ ഇവിടെ അവൈലബിൾ ആണ്. അപ്പം നമുക്ക് അതിനനുസരിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് അവരെ ഫോളോ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഇത് കണ്ടോ, ഇതിപ്പോൾ ഫിലിപ്പ് കോട്ട്ലർ, നമുക്കിപ്പോൾ ഇവിടെ ആരാണോ എഴുതിയിരിക്കുന്നത് അയാൾ നമുക്ക് ഫോളോ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് അയാളുടെ കൂടുതൽ ഇത് എഴുതിയിരിക്കുന്ന ആളാണ്. അപ്പോൾ ഇയാളെ നമുക്ക് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാം. അയാളുടെ പല പല ടോപ്പിക്കുകൾ നമുക്ക് വായിക്കാം. സോ ഇറ്റ്സ് ലൈക്ക് എ സോഷ്യൽ കമ്മ്യൂണിറ്റി ഓഫ് റീഡേഴ്സ് ആൻഡ് റൈറ്റേഴ്സ്. അങ്ങനെയാണ് കേട്ടോ ഇത്. അപ്പോൾ അത് നമുക്ക് ഫോളോ ചെയ്യാം. ഇതാണ് ഇവിടുത്തെ ഓപ്ഷൻ. ഇനി നമ്മൾ ഹോമിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് തന്നെ പല വെർഷൻസ്, അതായത് നമുക്ക് ഡാർക്ക് തീം വേണമെന്നുണ്ടെങ്കിൽ സ്വിച്ച് ടു ഡാർക്ക് തീം, ഇനി അത് വേണ്ടാന്നുണ്ടെങ്കിൽ മാറ്റാം, ലൈറ്റ് തീം. അപ്പോൾ ഇങ്ങനെ പല ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ദെൻ ഇതിൻ്റെ എങ്ങനെയാണ് ഇത് മാർക്കറ്റേഴ്സിന് ഹെൽപ്ഫുൾ ആവുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ, റൈറ്റിംഗ് സ്റ്റുഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്താൽ നമുക്കിവിടെ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ പേഴ്സണൽ ബ്രാൻഡിങ്ങിൻ്റെ അല്ലെങ്കിൽ കമ്പനിയുടെ എന്തെങ്കിലും ഒരു ബ്ലോഗൊക്കെ നമ്മൾ ചെയ്തു. അപ്പം നമുക്ക് ഇതിലേക്ക് വെറൈറ്റി ഓഫ് ട്രാഫിക് കൊണ്ടുവരണം. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെറിയ ചെറിയ ഇതുപോലത്തെ സ്റ്റാഷുകളായി നമ്മുടെ ബ്ലോഗിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്കതിവിടെ പബ്ലിഷ് ചെയ്യാം. പബ്ലിഷ് ചെയ്യുന്നതിൻ്റെ കൂടെ നമുക്കൊരു സെയിൽസ് പ്രൊമോഷൻ എന്നുള്ള മട്ടിൽ നമ്മുടെ ഈ ട്രാഫിക് എവിടേക്കാണ്, ലിങ്ക്ഡ് പേജിലേക്കാണെങ്കിൽ അങ്ങനെ, വെബ്സൈറ്റിലേക്കാണെങ്കിൽ അങ്ങനെ, എവിടേക്കാണോ നമുക്ക് ഈ ട്രാഫിക് കൊണ്ടുവരേണ്ടത് അതിൻ്റെ ലിങ്കും കൂടി ഇതിനിടയിൽ വെക്കാം. അപ്പോൾ ഇത് വായിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇഫ് ദേ ആർ ഇൻട്രസ്റ്റഡ്, അവർ തീർച്ചയായിട്ടും ഈ പറയുന്ന പേജിൽ ക്ലിക്ക് ചെയ്യും, അവിടേക്ക് എത്തും, നമുക്ക് ട്രാഫിക് കിട്ടും, ചിലപ്പോൾ സെയിൽസ് കിട്ടും. അപ്പോൾ നമുക്കൊരു ട്രാഫിക് കൊണ്ടുവരാനുള്ള ഒരു ഓപ്ഷൻ കൂടിയാണ് ഈ ഡീപ് സ്റ്റാഷ് എന്ന് പറയുന്നത്. നമുക്ക് പ്രോ വേർഷൻ എടുത്താലാണ് കുറച്ചുകൂടി നമുക്ക് കൂടുതൽ ബെനിഫിറ്റ്സ് ഉള്ളൂ. പക്ഷേ എങ്കിലും ഞാൻ ഫ്രീ വേർഷനിൽ നമുക്ക് എന്തൊക്കെ പോസിബിൾ ആണെന്നുള്ളത് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ ചെയ്യാം. ന്യൂ പോസ്റ്റായിട്ട് വീഡിയോ ആയിട്ടൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും, അത് ഫ്രീ വേർഷനിൽ അവൈലബിൾ ആണോ എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഞാൻ നെക്സ്റ്റ് ടൈം അത് വേറൊരു വീഡിയോയിൽ ഇടാം. അപ്പം ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, പ്രോ വേർഷൻ എടുക്കേണ്ടവർക്ക് എടുക്കാം. അപ്പോൾ ഡീപ് സ്റ്റാഷ് എന്ന് പറയുന്നത് ഒരു വെറൈറ്റി ഓഫ് ട്രാഫിക് കിട്ടാൻ വേണ്ടിയിട്ടും നോളജ് നേടാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് സംബന്ധിച്ച് അവർക്കും, വായന മടുപ്പുള്ളതല്ലാതാക്കാനായിട്ടുള്ളവർക്കും ഒക്കെ എല്ലാവർക്കും പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ്. ഇതുണ്ടോ, നമുക്ക് പ്രോ ആണെങ്കിൽ സേവ് അൺലിമിറ്റഡ് ഐഡിയാസ്, നമുക്കിപ്പോൾ സേവ് ചെയ്യുന്നതിൻ്റെ ലിമിറ്റേഷൻ ഉണ്ട്. അത് നമുക്ക് ഇനിയും ഒരുപാട് ഐഡിയാസ് സേവ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് പോഡ്കാസ്റ്റ് കേൾക്കണം എന്നുണ്ടെങ്കിൽ പ്രോ വേർഷൻ വേണം. പിന്നെ നമുക്കിതുപോലെ എഴുതുന്ന കാര്യത്തിലും അതുപോലൊക്കെ തന്നെ ലിമിറ്റേഷൻ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം. അപ്പോൾ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഞാൻ ഇതിൻ്റെ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വായിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതൊരു മാർക്കറ്റിംഗ് പേർപ്പസിന് ഉപയോഗിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.